വീഴ്ചകൾ പറ്റിയിട്ടില്ല എന്നല്ല പറയും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ 10-ൽ 8 മാർക്ക് കൊടുക്കുന്നതിന് കാരണം. പക്ഷേ ഇങ്ങനെ 10 വർഷക്കാലം ഒരു തിരുത്തലും വരുത്താതെ ഒരു തെറ്റും പറ്റിയില്ല എന്ന് ദാർഢ്യവും അഹങ്കാരവും മുഖമുദ്രയാക്കി ഭരിച്ച ആൾക്ക് വേണ്ടി വാദിച്ച് 10 വർഷം വാദിച്ച ആളാണ് ഇപ്പോൾ എന്നോട് ചോദ്യം ചോദിക്കുന്നത്. അദ്ദേഹം ചോദിച്ചു പി എം ശ്രീയെ കുറിച്ച് ചോദിക്കാൻ അഭിലാഷിന് യോഗ്യതയുണ്ട്. അഭിലാഷ് ഒരു മാധ്യമ പ്രവർത്തകനാണ്, അല്ലെങ്കിൽ മറ്റു പലർക്കും പറ്റും. CPM ഒരു പ്രതിനിധിക്ക് അത് ചോദിക്കാൻ എന്തെങ്കിലും അവകാശമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായി PM ശ്രീക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരുന്ന ആളുകൾ അവരാണ്, അല്ലേ? അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് PM ശ്രീയെ കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, NEP കുറിച്ച് പോലും അഭിപ്രായ വ്യത്യാസമില്ല, കൊള്ളാവുന്നതെന്നൊക്കെയാണ് ശിവൻകുട്ടി പറഞ്ഞത്. ഇവർക്ക് സൗകര്യം പോലെ അത് മാറ്റും. അപ്പൊ UDF സർക്കാർ വന്നപ്പോൾ അത് മുൻ സർക്കാരിന്റെ കാലത്ത് ഒപ്പിട്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ധാരണയുടെ ഭാഗമായിട്ടുള്ള ഒരു കരാർ ഒപ്പിടൽ, MOU ഒപ്പിടലിന്റെ ഭാഗമായിട്ടുള്ള ചില നിയമവശങ്ങളുണ്ട്. അത് പരിശോധിക്കാൻ വേണ്ടി മന്ത്രിസഭ ഉപസമിതിയെ വെച്ചിരിക്കുന്നു. അപ്പൊ ഞങ്ങൾക്കെല്ലാം വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ അല്ലെങ്കിൽ UDFിൽ നിൽക്കുമ്പോൾ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം കൂടിയുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് പോലെ ഒന്ന് അറിയാതെ ഒന്ന് നെടുവീർപ്പിടാൻ പോലും അരുൺകുമാറിനെ പോലുള്ള ആൾക്ക് സാധിച്ചില്ലല്ലോ. എന്നിട്ടാണ് ഞങ്ങളോട് ചോദ്യം ചോദിക്കുന്നത്. ഇനി വഖഫ് ആയിക്കോട്ടെ, മുനമ്പത്തെ വിഷയം ആയിക്കോട്ടെ, PM ശ്രീ ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരുടെ നിയമനം ആയിക്കോട്ടെ, ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയമായിക്കോട്ടെ, ഇത്തരം വിഷയങ്ങളിലൊക്കെ ഈ സാഹചര്യത്തിലേക്ക് എത്തിച്ചത് പിണറായി സർക്കാരിന്റെ കാലത്തുള്ള ചക്കളത്തി പോരാട്ടങ്ങളും തോന്നിവാസങ്ങളുമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഗതികേടിൽ നമ്മൾ എത്തിയത്. എന്നിട്ട് ഞങ്ങളോട് മറുപടി ചോദിക്കുകയാണ്, നിങ്ങൾ ചെയ്തു വെച്ചതൊക്കെ തിരുത്താനുള്ള സമയമാണ് ഞങ്ങൾക്ക് വേണ്ടത്, അതിന് 100 ദിവസം പോരാ, അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് സർക്കാരിന് പിന്തുണയായിട്ട് ജനങ്ങൾ നിൽക്കുന്നത്. ഇനി ഞാൻ തിരിച്ച് അരുൺകുമാറോട് ചോദിക്കട്ടെ, നിങ്ങൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറഞ്ഞു. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ, അദ്ദേഹം 100 ദിവസം മാത്രമേ മന്ത്രിയായിട്ട് ഇരുന്നിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ പലപ്പോഴും പല വിമർശനങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഒരു പനിക്കാലം കടന്നുപോയില്ലേ, ഒരു മഴക്കാലം കടന്നുപോയില്ലേ? ആ മഴക്കാലത്ത് പനിക്കാലം കടന്നുപോയപ്പോ എത്ര മനുഷ്യരെ ആരോഗ്യമന്ത്രി പേടിപ്പിച്ചിട്ടുണ്ട്? എത്ര PR വാർത്തകൾ സൃഷ്ടിച്ച് ആളുകളെ ഓടിച്ച് വീട്ടിൽ കയറ്റിയിട്ടുണ്ട്? ഒരു പേടിയും ഭയവും ഇല്ലാതെ, വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഒരു മഴക്കാലം കടന്നുപോയില്ലേ? ഇല്ലേ? അപ്പൊ നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ആളുകളെ ഭയപ്പെടുത്തും, പേടിപ്പിക്കും, എന്നിട്ട് രക്ഷകരെ പോലെ അവതരിക്കും, എന്നിട്ട് ഒരു PR വാർത്തയും സൃഷ്ടിക്കും. മനുഷ്യർക്ക് എന്ത് ഗുണമുണ്ടായി? വലിയ കുഴപ്പമൊന്നുമില്ലാതെ. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ആശുപത്രിയിൽ പാമ്പ് കടിയേറ്റിട്ടുണ്ട്, അതൊക്കെ ഉണ്ടാവുന്നേ. ആശുപത്രിയിൽ കുറെ കുഴപ്പങ്ങളുണ്ട്. 10 വർഷക്കാലം നിങ്ങൾ വളർത്തിയ പാമ്പുകളാണ് ഇപ്പോഴും കടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ഓടിച്ചിട്ട് കൊല്ലാൻ വേണ്ടി കുറച്ച് സമയം കൂടി വേണം. ഇത് 3 മാസം കൊണ്ട് സ്വിച്ചിട്ട പോലെ തീരുമാനിക്കാനായിട്ട് ഇത് KSEBിയുടെ കറണ്ട് പോയ കേസൊന്നല്ലോ നമുക്കൊരു സ്വിച്ച് ഇടുമ്പോൾ ശരിയാക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സമയം എടുക്കണം. ലോങ് ടേം ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടല്ല നിങ്ങൾ വിമർശിക്കേണ്ടത്. പെട്ടെന്ന് മനുഷ്യർക്ക് അനുഭവവേദ്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടി ഒന്ന് ആലോചിക്കണം. ഇനി ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്കൊരു മുന്നണി യോഗം പോലും ചേരാൻ പറ്റാത്തത്, നിങ്ങൾക്ക് ഉപനേതാവിനെ തെരഞ്ഞെടുക്കാൻ പറ്റാത്തത്, ഒരു നിയമസഭാ സമ്മേളനം കഴിഞ്ഞിട്ട് പോലും നിങ്ങൾക്ക് ഒരു പാർലമെന്ററി പാർട്ടി യോഗം പോലും വിളിക്കാൻ പറ്റാത്തത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടാണോ? അത് നിങ്ങളുടെ കുഴപ്പമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഞാൻ ഉറപ്പിച്ചു പറയുന്നു അരുൺകുമാറെ, നിങ്ങൾ കോൺഗ്രസ് പ്രതിനിധി, BJP പ്രതിനിധി, മാധ്യമ പ്രവർത്തകൻ എന്നൊക്കെ പറയുന്നതിന് പകരം നിങ്ങൾ എപ്പോഴെങ്കിലും കഴിഞ്ഞ 10 വർഷക്കാലം ഞങ്ങളുടെയൊക്കെ പേര് പറഞ്ഞ് ശീലിച്ചിട്ടുണ്ടോ? അഭിലാഷ് എന്നോ അല്ലെങ്കിൽ അരുൺകുമാർ എന്നോ അല്ലെങ്കിൽ ഉല്ലാസ് ബാബു എന്നൊക്കെ പേര് പറഞ്ഞ അഡ്രസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ജനാധിപത്യ മര്യാദ വരും. നിങ്ങൾക്ക് അത് ശീലമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് VD സതീശൻ സർക്കാരിനെ, UDF സർക്കാരിനെ കാണുമ്പോൾ ഈ 100 ദിവസം കുഴപ്പങ്ങൾ മാത്രം നിങ്ങൾ കാണുന്നത്. അതിനപ്പുറത്ത് ഞാൻ ചോദിക്കട്ടെ, മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, കടലിൽ പോയ ആളുകളുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുൻപ് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ഇതൊരിക്കലും താരതമ്യം ചെയ്ത് കമ്പയർ ചെയ്ത് മിടുക്കരാകാൻ വേണ്ടിയിട്ടല്ല. കുറവുകളുണ്ട് നമ്മുടെ സാങ്കേതിക സംവിധാനങ്ങളിൽ, നമ്മുടെ മറ്റേ ഫോർകാസ്റ്റിംഗ് സിസ്റ്റത്തിൽ ഒരുപാട് കുറവുകളുണ്ടെന്നേ. നമുക്കത് തിരുത്തണം. അതിൽ ഞങ്ങൾക്ക് വന്നിട്ടുള്ള വീഴ്ചകൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. പകരം എങ്ങനെ തിരുത്തണമെന്ന് കൂടി പറഞ്ഞു തരണം. 10 വർഷത്തെ ഭരണ പരിചയം, അനുഭവ പരിചയമുള്ള നിങ്ങൾ ഞങ്ങളെ ഒന്ന് ഉപദേശിക്കണം. ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി നന്നാകുമെന്ന് അങ്ങനെ പറയാൻ നിങ്ങൾക്കുണ്ടോ? പിന്നെ നിങ്ങൾ പറഞ്ഞു വണ്ട് പൂമ്പാറ്റയോ വണ്ടോ എന്ന് പൂവിൽ നിന്ന് തേൻ നുകരുന്ന പോലെ, പൂവ് അറിയാതെ തേൻ ശേഖരിക്കുന്നത് പോലെ ശേഖരിച്ച് ഖജനാവ് നിറയ്ക്കുന്നു. ഞങ്ങൾ പരമാവധി നോക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ശേഖരിക്കുമെന്ന് ഓർത്ത് നിങ്ങളുടെ വണ്ട് പിണറായി വിജയൻ ഇതിന്റെ അടിയിൽ നിന്ന് മൊത്തം ഓട്ടയിട്ട് ഊറ്റിക്കൊണ്ടുപോയി. ഞങ്ങൾ എത്ര തേൻ ശേഖരിച്ചാലും ഊർന്ന് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് കടമെടുക്കേണ്ടി വരും. പക്ഷെ കടമെടുപ്പ് കേന്ദ്രത്തിൽ നിശ്ചയിച്ചിട്ടുള്ള പരിധിക്ക് പുറത്ത് കടന്നാൽ നിങ്ങൾ വിമർശിച്ചോണം. ഈ സംസ്ഥാന ഗവൺമെന്റിന് അനുവദനീയമായി ഇതിന്റെ അപ്പുറത്ത് കടന്നാൽ നിങ്ങൾ വിമർശിച്ചോണം. നിങ്ങൾ വിമർശിക്കണം, നിങ്ങൾ സമരം ചെയ്യണം. നിങ്ങൾ ചെയ്തതുപോലെ ചെയ്യാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും. അതിനുവേണ്ടി നിങ്ങൾ കൂടി ഞങ്ങൾക്കെതിരായിട്ട് കൃത്യമായിട്ട് ജാഗ്രതയോടെ നിൽക്കണം. പക്ഷേ ഈ സംസ്ഥാനത്തെ മനുഷ്യർക്ക് ഇവിടെ നികുതി പിരിച്ചു കിട്ടാത്തത് കൊണ്ട് അവർക്ക് പെൻഷൻ മുടങ്ങിയില്ല, റേഷൻ മുടങ്ങിയില്ല, സപ്ലൈകോ വഴിയുള്ള അവരുടെ മറ്റേ വിലക്കയറ്റം നിയന്ത്രിക്കാതിരുന്നിട്ടില്ല. ഓണക്കാലത്ത് മനുഷ്യർ സമാധാനത്തോടെ ഓണം ഉണ്ണാൻ പോകുന്നുണ്ട്. ദയവ് ചെയ്ത് ആ കഞ്ഞിയിൽ മണ്ണ് വാരിയിടണം.